നമസ്കാരം, ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 9 മുതൽ 15 വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ്. ജപത്തിനാണ് പ്രാധാന്യം. ധ്യാനം കൊണ്ട് ജപത്തിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുവാൻ കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ക്ഷേത്ര ദർശനം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു മുഹൂർത്തകാലമെങ്കിലും ഒരു 48 മിനിറ്റ്സ് 48 മിനിറ്റെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയുമെങ്കിൽ അവിടെ ചെറിയ വഴിപാട് കഴിപ്പിക്കാം. അതായത് സഹസ്രനാമാർച്ചന അതൊക്കെ പറയുന്നുണ്ട്. സ്വയംവര പുഷ്പാഞ്ജലി, ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി, ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള പരിഹാര ക്രിയകൾ ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കാവുന്നതാണ്. പായസ നിവേദ്യമാകാം. ദാനധർമാദി വളരെ പ്രധാനമാണ്. ശനിപ്രീതിക്കായിട്ട് അന്നദാനമാണ് വിധിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് ദാനധർമാദികൾ കഴിയുമെങ്കിൽ നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ദാനധർമാദി ധാരാളം മതിയാകും. അല്ലാണ്ട് അധികം പണം ചെലവാക്കിയുള്ള ഒരു പരിഹാരവും ആവശ്യമില്ല. കാരണം നാമജപത്തിനാണ്, കലിയുഗത്തിൽ നാമജപത്തിനും അന്നദാനത്തിനുമാണ് പ്രാധാന്യം എന്നുള്ളത് വിധിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ആചാര്യ വിധിയാണ്. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഭാരതീയ ജ്യോതിഷ ശാസ്ത്രമാണ്, വെസ്റ്റേൺ അസ്ട്രോളജി അല്ല. എപ്പോഴും ഇവിടെ പറയാറുണ്ട്. ഇങ്ങനെ വെസ്റ്റേൺ അസ്ട്രോളജിയിൽ പ്ലാനറ്റ്സിനെ, ഗ്രഹങ്ങളെ വെറും ഗ്രഹങ്ങളായിട്ട് മാത്രമാണ് കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഗ്രഹങ്ങളെ ദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ദേവത എന്ന് പറഞ്ഞാൽ ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധമുള്ള ഒരു ശക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ബോധതലത്തിലേക്ക് നമുക്കൊരു കോൺടാക്റ്റ്, ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഭാരതീയമായിട്ടുള്ള വിശ്വാസം. ഈ മാറ്റം എന്ന് പറയുന്ന ഒരു ടോട്ടൽ ചേഞ്ച് ടു ബെറ്റർമെൻ്റ് അല്ല. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, നല്ല സമയം പണം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പണമൊന്നും വരുന്നില്ലല്ലോ. വലിയ ബാധ്യതയുള്ള ഒരാൾക്ക്, വലിയ കടമൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു വ്യാഴൻ ഇപ്പോൾ 11 വന്നു, അല്ലെങ്കിൽ വ്യാഴൻ ഭാഗ്യസ്ഥാനത്ത് വന്നു എന്നുള്ളത് കൊണ്ട് ഒരു വർഷം കൊണ്ട് ആ കടബാധ്യത മുഴുവൻ തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ബുദ്ധിമുട്ടാണ്. നമുക്ക് ആ കടബാധ്യത എങ്ങനെ നിയന്ത്രിക്കാം, ആ കടബാധ്യതയെ എങ്ങനെ അതിജീവിക്കാം, അതിനുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ അനുകൂലമായിട്ടുള്ള സമയത്ത് വരും എന്നുള്ളതിൽ സംശയമില്ല. വ്യാഴൻ പഞ്ചമത്തിൽ സഞ്ചരിക്കുമ്പോൾ, വ്യാഴൻ 7-ൽ സഞ്ചരിക്കുമ്പോൾ, വ്യാഴൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ, വ്യാഴൻ ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബാധ്യതകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനുള്ള 2-ൽ ധനസ്ഥാനത്ത് വ്യാഴൻ സഞ്ചരിക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മുടെ പ്രയാസങ്ങൾ നീക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള അവസരങ്ങൾ, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വിൽ എമേർജ് ഔട്ട് ഓഫ് നോവെയർ എന്നാണ് പറയാറ്. ഇങ്ങനെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം എന്നുള്ള കാര്യം അറിയുക. അതുപോലെ തന്നെ ഈ ഗ്രഹസ്ഥാനങ്ങൾ ഇപ്പോൾ പറഞ്ഞു, വ്യാഴൻ്റെ ആ സഞ്ചാര പഥം ഈ രാശികളിൽ വരുമ്പോഴാണ് വിവാഹ കാര്യങ്ങൾക്കും സന്തതി ഭാവത്തിനും നല്ലത് വരുന്നത്. സന്തതി ഉണ്ടാകാൻ വൈകുന്നവർക്ക് സന്തതി ഉണ്ടാകും ഈ കാലത്ത്, ഈ വ്യാഴൻ്റെ ഈ പ്രധാനപ്പെട്ട രാശികളിലൂടെ അത് മൂവ് ചെയ്യുമ്പോൾ. അതുപോലെ സന്തതിക്ക് ഐശ്വര്യം വരും, സ്വന്തം ഐശ്വര്യം വർദ്ധിക്കും. 7-ൽ വരുമ്പോഴേക്കും കളത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിന് ഉയർച്ച വരും, സ്വയവും ഉയർച്ച വരും. ഇങ്ങനെയാണ് പൊതുവേ പറയുന്നത്. ഈ 7-ശനി കണ്ടകശനിയൊക്കെ വരുമ്പോഴേക്കും ഇങ്ങനെയുള്ള അനുകൂലമായിട്ടുള്ള ഫലങ്ങളിൽ വ്യാഴൻ സഞ്ചരിച്ചാലും അതിലാദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രമേ ഭാഗ്യാനുഭവങ്ങൾ വരികയുള്ളൂ. ആ ഭാഗ്യാനുഭവങ്ങൾ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും ഈ ശനി എന്ന് പറയുന്ന, ഒന്ന് കുറയ്ക്കും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50% എന്ന് പറയുന്ന ജാതകത്തിലാണ്. ഏത് ദശയാണ്, ഏത് അപഹാരമാണ് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ശനിദശയിൽ കേതുവിൻ്റെ അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം പല പല പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ള സമയമാണ്. എന്നാൽ രാഹു ശുഭസ്ഥാനത്താണെങ്കിലോ, അല്ലെങ്കിൽ വ്യാഴൻ 11-ൽ ജാതകത്തിലുണ്ട്, സ്വക്ഷേത്ര ബലവാനായിട്ടുണ്ട് എങ്കിൽ ഈ രാഹു ദശയിലെ കേതു അപഹാരമായാൽ പോലും, ശനിദശയിലെ കേതു അപഹാരമായാൽ പോലും പല പ്രയാസങ്ങളും കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. പ്രയാസങ്ങൾ ഉണ്ടാവും എന്തായാലും, പക്ഷേ ആ പ്രയാസങ്ങൾ അത്രത്തോളം കുറഞ്ഞിരിക്കും. അപ്പോൾ നാമജപം കൊണ്ട് പല മാറ്റങ്ങളും വരുത്തുവാൻ കഴിയും എന്നുള്ളതാണ് ആചാര്യവിധി. അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോവുക. ജീവിത പ്രയാസങ്ങളൊക്കെ നീങ്ങും. ജ്യോതിഷം എന്ന് പറയുന്ന ഭൗതിക ജീവിതത്തിലെ സുഖാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാനും ദോഷങ്ങൾ കുറയ്ക്കുവാനുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക.
ഈശ്വര പ്രാർത്ഥന കൊണ്ട്, അതായത് ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ട് കണക്കാക്കുന്നു. അധിഷ്ഠാന ദേവതമാരുണ്ട്, ജാതകത്തിൽ ഓരോ സ്ഥാനത്തിനും അധിഷ്ഠാന ദേവതമാരുണ്ട്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ദോഷകാഠിന്യം കുറയ്ക്കുവാനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. നിരാശ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുവാനും ഈ ജ്യോതിഷ പ്രോഗ്രാമിലെ പരിഹാരങ്ങൾ കൊണ്ട് കഴിയും. അതിൽ നിന്ന് വരുന്ന ഒരു കോൺഫിഡൻസ്, ഒരു മീനിങ്-ഫുൾനെസ്, അർത്ഥസമ്പുഷ്ടമാക്കുവാൻ നമുക്ക് കഴിയും ജീവിതത്തെ. അപ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടാവും. നമുക്ക് ചില പ്രത്യേക നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും മുന്നോട്ട് പോകുവാനും ജീവിതം സന്തോഷപൂർണ്ണമാക്കുവാനും കഴിയും എന്നുള്ള സത്യം മനസ്സിലാക്കി വേണം ജ്യോതിഷ പ്രോഗ്രാമിലെ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുവാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. നിരാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ദൂരെ യാത്ര കാണുന്നു എന്നുള്ളതാണ്. യാത്ര, ആഘോഷം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, അധിക പണച്ചെലവ് ഇവയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അല്പം ഒരു ടെൻഷൻ വരാം. പലപ്പോഴും പല കാര്യങ്ങളുമൊക്കെ ഇതൊക്കെ വേണ്ടിയിരുന്നോ എന്നുള്ള തോന്നൽ ഇതൊക്കെ വരാം എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അധിക പണച്ചെലവും ടെൻഷൻസും വരുന്നതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി കലഹസാധ്യത കുടുംബത്തിൽ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് എപ്പോഴും എക്സ്പെൻഡിച്ചർ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അതൊക്കെ നമ്മൾ ഫാമിലിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അഭിപ്രായ വ്യത്യാസം വരും, ടെൻഷൻ വരും. അപ്പോൾ വീട്ടിലെ അന്തരീക്ഷം തന്നെ അത്ര സുഖകരമല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ കോപ സ്വഭാവം നിയന്ത്രിക്കേണ്ട ഒരു ഭാരമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു തടസ്സം വരുന്നതുകൊണ്ട് ടെൻഷൻ വരും. അപ്പോൾ അതും ചിലപ്പോൾ കോപ സ്വഭാവവും നിരാശയൊക്കെ വരുത്തുന്ന ഒരു വാരമായതുകൊണ്ട് പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വിനോദം കുറച്ച്, അതായത് മൊബൈൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വാച്ചിങ്, പ്ലേ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് വാച്ച് ചെയ്ത് വെറുതെ സമയങ്ങളെ അതൊക്കെ കുറച്ച് പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. വിവാഹ കാര്യത്തിന് നല്ല വാരമാണ്. പല കാലങ്ങളായി വിവാഹ കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമാണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോവുക. ബിസിനസ് ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ബാധ്യതയുള്ളവർക്ക് അത് കുറയ്ക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ഇക്കാലം ഈ വാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും പണം വരുന്നതിൽ തടസ്സമുണ്ടാകുന്നു, ബാധ്യത കൊണ്ട് കൂടുതൽ പ്രയാസങ്ങൾ വരുന്നതായിട്ട് മനസ്സിന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു 20% ആൾക്കാർ ഈ രാശിയിൽ വരും. അവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുക, മഹാലക്ഷ്മി സ്തോത്രം ജപിച്ച് അടുത്ത മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം, അല്ലെങ്കിൽ നമ്മുടെ ദേവീക്ഷേത്രമായാലും മതി, അന്നപൂർണേശ്വരി ക്ഷേത്രമൊക്കെ ദർശനം നടത്തി ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. പ്രയാസങ്ങൾ നീങ്ങും. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്നവർ അടുത്ത ക്ഷേത്രത്തിലെ മഹാഗണപതിയെ ദിവസവും വണങ്ങിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകൾ വരുന്നത് കൊണ്ട് തന്നെ മനസ്സിനല്പം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വാരമാണ്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവിചാരിതമായിട്ടുള്ള ചെലവുകൾ, വാഹനത്തിന് റിപ്പയർ, ഗൃഹത്തിന് ചിലപ്പോൾ മെയിൻ്റനൻസ് വർക്ക് എസെൻഷ്യലായിട്ട് അത്യാവശ്യം വരിക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അധിക ചെലവ് വളരെ പ്രകടമാകുന്ന ഒരു വാരമാണ്. അതുപോലെ ബിസിനസ്സിലെ റിട്ടേൺസൊക്കെ ഒരുപക്ഷെ തടസ്സപ്പെടാം. നമ്മൾ ഇപ്പോൾ ബില്ല് മാറിക്കിട്ടും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതിലൊക്കെ തടസ്സങ്ങൾ വരുന്നതുകൊണ്ട് ടെൻഷൻ ഏറുകയും നമ്മുടെ തീരുമാനങ്ങളിൽ തെറ്റുപറ്റുവാനും ഒക്കെയുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ പ്രണയിക്കുവാൻ പറ്റിയ വാരമേ അല്ല. നമ്മുടെ സോഷ്യലൈസേഷനൊക്കെ കുറച്ച് വെക്കേണ്ട വാരമാണെന്നുള്ള കാര്യം അറിയുക. അതുപോലെ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പഠന കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവും ആത്മവിശ്വാസക്കുറവും വരാം. അത് പലപ്പോഴും നമ്മൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മൈൻഡ് മാനേജ്മെൻറ്റാണ്. ഇത് പഠിച്ചു തീർക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കാരണം ഈ കോഴ്സ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്താൽ എന്ത് എന്നുള്ള ചിന്ത പോലും മനസ്സിൽ വരുന്ന ഒരു സമയമാണ്. അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് ക്രമേണ വന്നോളും. ഇപ്പോൾ നമ്മൾ പഠന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുപോലെ സംസാരം നിയന്ത്രിച്ച് ക്രിയേറ്റീവായിട്ടുള്ള വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുതിയ ബിസിനസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമല്ല. പുതിയ
പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുക. അത് ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചിലവാക്കുവാൻ ഒരു സാഹചര്യം ഒരുങ്ങും. ആ സാഹചര്യമൊക്കെ നിയന്ത്രിച്ചോളൂ. ഒരു കൺട്രോൾ സ്പെൻഡിങ് അത്യാവശ്യം വേണ്ട ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഒരു പുരോഗമനം വരാനും വേണ്ടി, പ്രത്യേകിച്ച് ഈ പഴയ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് വളരെയധികം ടെൻഷൻ വരാം. ഈ രാശിയിൽ ഒരു സൈസബിൾ നമ്പർ, ഒരു 50 മുതൽ 60% പേർക്കും ഈ ലോണിൻ്റെ റീപേയ്മെൻറ്റിലൊക്കെ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാം. അത് രാശിയിൽ മെജോറിറ്റി ആൾക്കാർക്കും അത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അവർ യാത്രയിലുമൊക്കെ രാത്രികാല സഞ്ചാരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അത് വളരെ പ്രധാനം എന്നുള്ള കാര്യം അറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊള്ളുക. പ്രയാസങ്ങൾ നീങ്ങും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി വെള്ളിയാഴ്ച വ്രതമെടുക്കുക എന്നുള്ളതാണ്. വെള്ളിയാഴ്ച വ്രതമെടുത്ത് ദുർഗാക്ഷേത്ര ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്ര ദർശനമായാലും ധാരാളം മതി. അവിടെ സുഗന്ധ പുഷ്പങ്ങൾ സമർപ്പിക്കുക. അതുകൊണ്ട് സഹസ്രനാമാർച്ചന കഴിപ്പിക്കുക, ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇതൊക്കെ കൊണ്ട് പ്രയാസങ്ങൾ കുറയുകയും ഭാഗ്യസൂക്തം ദിവസവും ജപിക്കുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ചെറിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് സെല്ല് ചെയ്യാതെ അങ്ങനെ സ്റ്റാഗ്നേറ്റ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ വെറുതെ അതൊക്കെ കുറച്ച് വിറ്റുപോകും. അപ്പോൾ കുറച്ച് വരുമാനമൊക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരുന്ന ഒരു വാരമാണ്. നമ്മൾ ഹൈ കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് പലപ്പോഴും ലോണൊക്കെ തരപ്പെടും. നമ്മുടെ വീട് പണിയൊക്കെ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക്ഡ് ആകുകയാണെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യം പറയും. എന്നാൽ എല്ലാത്തിലും അധിക ചിലവ് വരാം. ഇത് മാത്രമല്ല, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നമ്മളിപ്പോൾ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ വരുന്നത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന വാരമായതുകൊണ്ട് ഒരു പ്ലാനിങ്ങോട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അത് വേണോ എന്ന് ആലോചിച്ചിട്ട് എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇത് വേണോ, അത്യാവശ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ വാഹനത്തിൻ്റെ റിപ്പയർ വർക്കായാലും ഗൃഹത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കായാലും അത്യാവശ്യമാണെങ്കിൽ മാത്രം അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ചോദിക്കുക, എക്സ്പേർട്ടിനോട് ചോദിക്കുക, ഇപ്പം തന്നെ വേണോ അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോരെ എന്ന് അവർ അഭിപ്രായപ്പെടുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പലപ്പോഴും അനാവശ്യ ചിലവായി മാറാം. എന്ന് മാത്രമല്ല അവിടെ അത് അത്യാവശ്യമൊന്നും കാണില്ല, പക്ഷേ നമുക്ക് അങ്ങനെ തോന്നും. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പണം ചിലവാക്കി ക്യാഷ് ഡ്രെയിൻ വരുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. കൂട്ടുകെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വരാം. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സിനെ ഒന്നും ഇപ്പോൾ എടുക്കാൻ പറ്റിയ സമയമല്ല. പഴയ പാർട്ട്നേഴ്സ് തന്നെ പല പ്രയാസങ്ങളും ഉണ്ടാക്കാം. കുടുംബത്തിൽ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, പാർട്ടീഷനൊക്കെ നടക്കുകയാണെങ്കിൽ വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കവും പ്രയാസങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു കോഷൻ വേണം എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പ്രയാസങ്ങളൊന്നുമില്ല, വരുമാനമൊക്കെ ഉണ്ടാവും. ബാധ്യതകൾ അല്പം കുറയ്ക്കുവാനുള്ള ഒരു സാഹചര്യവും ഒരുങ്ങി വരുന്ന സമയമാണ്. അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കൃഷ്ണപ്രീതി അത്യാവശ്യം. വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. പലപ്പോഴും ഈ പ്രോഗ്രാമിൽ അത് പറയാറുണ്ട്. ലാഭസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു, സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ പുരോഗതിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും ഒരുപക്ഷെ മനസ്സുകൊണ്ട് വിചാരിച്ചേക്കാം. അതിന് പ്രധാന കാരണം അഷ്ടമത്തിലെ ശനിയുടെ ഒരു സഞ്ചാരമാണ്. വ്യാഴൻ എന്ത് ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നാലും സൂചനകൾ നൽകിയാലും ഉടനെ ഇവിടുന്നെങ്കിലും ഒരു തടസ്സം ഇങ്ങനെ കയറി വരുന്ന ഒരവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. എന്നാലും പലർക്കും ഒക്കെ സാമ്പത്തികമായിട്ട് ഒരു അഡീഷണൽ ഇൻകം ഒക്കെ കഴിഞ്ഞ കാലത്ത് വന്നിട്ടുണ്ടാവും. ഈ വാരവും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പമെങ്കിലും ഒരു കുറച്ച് പണം വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയാം. അപ്പോൾ പലരും പറയും, പണമൊന്നും വന്നില്ലല്ലോ. അതിപ്പോൾ 10 റുപ്പീസ് ആയാലും 20 റുപ്പീസ് ആയാലും പണം വരുന്നത് തന്നെയാണ്, അഡീഷണൽ ഇൻകം തന്നെയാണ്. ഇപ്പോൾ 1,00,000 രൂപയുള്ള വരുമാനം മാസം തോറും ഉള്ള ഒരാൾക്ക് 1,10,000 ആയാൽ പോലും
അത് അഡീഷണൽ ഇൻകമാണ്, ഒരു ഇൻക്രീസ് ഇൻ ഇൻകം തന്നെയാണ്. അപ്പോൾ അത് വലിയ പ്രതീക്ഷകളല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു സ്ഥാനത്തിനനുസരിച്ച്, അതാണ് രൂപം, ഭാവം, ഗന്ധം, ശബ്ദം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ജ്യോതിഷത്തിനകത്ത്. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റസിനനുസരിച്ച് അഡീഷണൽ ഇൻകം വന്നോ എന്ന് നോക്കിയാൽ മതി. പഴയ ബാധ്യതകളൊക്കെ കുറയ്ക്കാൻ ശ്രമിച്ചോളൂ. പല പേയ്മെൻറ്റും ഈ രാശിക്കാർക്ക് വന്നിട്ടുണ്ട്. അത് ചിലതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ മുടങ്ങി അതിൻ്റെ ഇൻട്രസ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അതിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. അധിക ചിലവുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. തീർത്ഥാടനത്തിനുള്ള യോഗമുണ്ട്. ഔട്ടിങ്ങിനൊക്കെ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള ചില തോട്ട്സൊക്കെ വരുന്ന ഒരു സമയമാണ്. അതായത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും അധികം പണം കയ്യിലില്ല, എന്നാലും ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ വരുന്ന ഒരു സമയമാണ്. മനസ്സ് അല്പമൊക്കെ ഒന്ന് സന്തോഷകരമായിട്ട്, അതായത് വലിയ പണമൊന്നും കയ്യിലില്ലെങ്കിൽ പോലും സന്തോഷം വരുന്ന ഒരു സാഹചര്യമൊക്കെ ഒരുങ്ങും എന്നുള്ളതാണ്. നമ്മൾ വേണ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ വളരെ ആഗ്രഹിച്ചിരുന്ന പലരെയൊക്കെ കണ്ടുമുട്ടുവാനും സംസാരിക്കുവാനും, അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരുവാനുമൊക്കെ യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളുക. പുതിയ ഡ്രസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് അല്ലെങ്കിൽ മൊബൈൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. അല്ലെങ്കിൽ സമ്മാനം എന്തെങ്കിലും ലഭിക്കാനുള്ള യോഗമുണ്ട്. ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ തരപ്പെടുവാനും, വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ വീട് പണി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. യങ്സ്റ്റേഴ്സിന് വിവാഹ കാര്യങ്ങളിലൊക്കെ താല്പര്യം വരാനും വിവാഹ കാര്യങ്ങളിൽ നിശ്ചയം വരാനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. പ്രണയം വിവാഹത്തിലെത്താനുള്ള ഒരു ഭാഗ്യമുണ്ട്. വളരെ മനസ്സ് റൊമാൻറ്റിക് ആവുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ TV, സിനിമ, ഡാൻസേഴ്സ്, സിംഗേഴ്സ്, അവർക്കൊക്കെ ഉയർച്ച വരുന്ന ഒരു സമയമാണ് എന്നുള്ള കാര്യം അറിയാം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ദിവസവും പ്രാർത്ഥന അത്യാവശ്യം. തിങ്കളാഴ്ചകളിൽ നിർബന്ധമായിട്ടും ശിവക്ഷേത്രവും ദുർഗാക്ഷേത്രവും ദർശനം നടത്തേണ്ടത് അത്യാവശ്യം. ശ്രീ ദുർഗാ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങൾക്കും ദേവി ഒരു വഴി കാണിച്ചു തരും. സംശയം വേണ്ട, സന്തോഷമായിരിക്കുക. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. പഠനകാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ വിദ്യാർത്ഥികൾ. അതായത് പഠനത്തിൽ താല്പര്യം കുറയാം, ആത്മവിശ്വാസം കുറയാം. നല്ല പ്രൊഫഷണൽ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം, ഇപ്പോൾ കഴിഞ്ഞ കാലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു വിശ്വാസക്കുറവ് വരും. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു തോന്നൽ വരാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതോ ഇതങ്ങോട്ട് വിടണോ എന്നൊക്കെയുള്ള തോന്നൽ വരാം. ഈ സമയത്ത് കൂട്ടുകെട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. കൂട്ടുകെട്ട് രാത്രികാല സഞ്ചാരം, പിക്നിക്കിനൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിലൊക്കെ ഒരു കൺട്രോൾ, റെസ്ട്രിക്ഷൻ വേണം. ഈ ഔട്ടിങ്ങൊക്കെ കൊണ്ട് പല പ്രയാസങ്ങളും അവിചാരിതമായിട്ട് വരുന്ന ഒരു സമയമാണ്. കോർട്ട് കേസസ്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ, ചില പ്രത്യേക വിഭാഗം, അങ്ങനെ ടെൻഷനുള്ള ജോബ്സ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉള്ളവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ലീഗൽ ടാങ്കിൾസ് വരാം. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ട്രാഫിക് ഓഫൻസ് ഒക്കെ വരാണ്ടിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, നമ്മളെല്ലാ കാര്യവും ഒരു സെക്കൻഡ് തോട്ടിന് ശേഷം ഒരു ഡിസിഷൻ മേക്കിംഗ് മതി എന്നുള്ളതാണ് അതിൽ പ്രധാനം. പുതിയ ബിസിനസ് ഇപ്പോൾ ആരംഭിക്കാൻ പറ്റിയ വാരമല്ല. പക്ഷേ ബിസിനസ് ഓഫേഴ്സ് വരും, മറ്റു ചില കാര്യങ്ങളിലും ഓഫേഴ്സ് വരും. ഈ ഓഫേഴ്സൊക്കെ തൽക്കാലം കൊണ്ട് പോസ്റ്റ്പോൺ ചെയ്തോളൂ. വിവാഹ കാര്യത്തിന് നല്ല വിവാഹാലോചനകൾ വരുമെങ്കിലും അപ്പാരൻ്റ്ലി അത് നന്നായിട്ട് തോന്നുമെങ്കിൽ തന്നെയും പിന്നീട് പ്രയാസങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം. പ്രണയകാര്യത്തിലായാലും നമുക്ക് ഇഷ്ടപ്പെട്ടവരെന്ന് പറയുന്ന ഒരുപക്ഷെ നമുക്ക് ചർച്ചയുള്ളവരായിരിക്കുമെന്നില്ല. അതിപ്പോൾ ജാതകപ്പൊരുത്തം നോക്കി നമ്മൾ വിവാഹം നടത്തുമ്പോഴും സ്ഥാനതുല്യതയുണ്ടോ, അതായത് നമ്മൾ സാംസ്കാരികമായിട്ട് യോജിക്കുമോ എന്നുകൂടി നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹ നിശ്ചയം നടത്താൻ പാടുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞോളുക. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺട്രോൾ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും ഉയർച്ച വരും. വരുമാനം ഉണ്ട്, അതിൽ സംശയം വേണ്ട. എന്നാൽ പഴയ ബാധ്യത അധികം വരുത്തി വെച്ചിട്ടുള്ളവർക്ക് പ്രയാസങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വാരമാണെന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന അത്യാവശ്യം. പ്രാർത്ഥന കൊണ്ട് ഇതൊക്കെ വളരെ എളുപ്പം അതിജീവിക്കുവാൻ കഴിയും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചോളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ. ദേവിയുടെ രൂപം അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് ജപിച്ചോളൂ. ദേവി ഒരു വഴി കാണിച്ചു തരും. സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും, സംശയം വേണ്ട, സന്തോഷമായിരിക്കും. കന്യരാശി, ഉത്തരാവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം.
വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്ന വാരമാണ്. ഇപ്പോൾ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം ഒക്കെ അഷ്ടമത്തിലോ ഏഴിലോ ഒക്കെ ഉള്ളവർക്ക് വിവാഹം തടസ്സപ്പെടും. നടക്കിയേ നടക്കുകയുള്ളൂ. നേരത്തെ നടന്നാലൊട്ടൊന്നും ശുഭമാവുകയില്ല. അവർക്കൊക്കെ ഈ വാരം അനുകൂലമാണ് എന്നുള്ളതാണ്. അതായത് ചേരുന്ന രീതിയിലുള്ള ജാതകം വരിക, വിവാഹം വരിക, നമുക്ക് യോജിച്ചതാണെന്ന് സ്വയം തോന്നുക, അങ്ങനെ വിവാഹ നിശ്ചയത്തിലേക്ക് പോകാനും വിവാഹം നടക്കുവാനും ഉള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയുക. യാത്രയിൽ അവിചാരിതമായിട്ടുള്ള കണ്ടുമുട്ടൽ ഒരുപക്ഷെ പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദത്തിലേക്കോ എത്തുവാനുള്ള ഭാഗ്യമുണ്ട്. നമ്മുടെ ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ കല, സിനിമ, TV, മ്യൂസിക്, ഡാൻസ് ഫീൽഡിലൊക്കെ ഉള്ളവർ അവർക്ക് പുതിയ ചാൻസസ്, അവാർഡ് റെക്കഗ്നിഷൻ, പുതിയ ധാരാളം പണമൊക്കെ വരാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നറിയുക. പുതിയ വസ്ത്രം ഈ വാരം ലഭിക്കാനുള്ള യോഗം, അത് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുവാനായി ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുള്ളൂ. ദൂരയാത്ര, ഉല്ലാസയാത്ര, പിക്നിക്, ട്രിപ്സ് ഇതൊക്കെ വരും, ഔട്ടിങ്, അത് അങ്ങനെയുള്ളൊരു കുടുംബവുമായിട്ടുള്ളൊരു എൻജോയ്മെൻറ്റിനും ഭാഗ്യമുള്ള വാരമാണ്. സന്തതി സ്ഥാനീയർക്ക് പ്രയാസമുണ്ടായിരുന്നവർക്ക് അതും കുറയുന്ന വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി സർപ്പപ്രീതി വരുത്തിക്കോളൂ. അടുത്ത നാഗക്ഷേത്രമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് മണ്ണാറശാല പോലെയുള്ള നാഗക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തി അവിടെ 100 പാലും കഴിപ്പിക്കുക, അല്ലെങ്കിൽ പാലും മഞ്ഞൾപ്പൊടിയും സമർപ്പിച്ച് അവിടെ പായസ നിവേദ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാങ്ങി കഴിക്കുക എന്നുള്ളതാണ്. ആ നാഗചൈതന്യം ശരീരത്തിൽ, സൂക്ഷ്മ ശരീരത്തിൽ നിറയുന്നതോടുകൂടി അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നു. മാത്രമല്ല സാമ്പത്തിക പ്രയാസങ്ങളും സന്തതിഭാവത്തിനുള്ള പ്രയാസങ്ങളും നീങ്ങി മനസ്സ് വളരെ ക്ലിയറാകും. അതുകൊണ്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ എളുപ്പം കഴിയും. ആ തീരുമാനങ്ങൾ ശരിയായി വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. കഴിഞ്ഞ ചില വാരങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ട് അല്പം ഒരു നിരാശ വന്നിട്ടുണ്ടാകാം. അത് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. കുറച്ച് പണമൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷെ എന്താ ഇപ്പോൾ അതൊന്നും വന്നില്ല. മാത്രമല്ല വന്നതൊക്കെ മറ്റു വഴിക്ക് ചിലവായിപ്പോയി. പഴയ ബാധ്യതയൊക്കെ ഉണ്ട്, അതിൻ്റെ ലോൺ റീപേയ്മെൻറ്റൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് നടത്തുക, പലരും ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഓർമ്മ ചിലപ്പോൾ മനസ്സിന് വ്യാകുലത ഉണ്ടാക്കാം എന്നുള്ളതാണ്. അത് ഉറക്കക്കുറവിലേക്ക് കൊണ്ടുപോകാം. രാത്രി സുഖമായിട്ടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ കാരണം ഉണരുന്നല്ലോ എന്ന് ഈ രാശിയിൽ ജനിച്ച ഒരു 40% അനുഭവം വരുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രയാസങ്ങളുള്ളവർക്ക് അതിലൊരു ടെൻഷൻ വരാം. അത് മനസ്സിനെ അഫക്റ്റ് ചെയ്ത് ഇപ്പം എന്താ എപ്പോഴും ഓരോരോ പ്രയാസങ്ങൾ, ഉറക്കത്തിനും ശരിയാകുന്നില്ലല്ലോ, പണം വരാനുണ്ട് അതുകൊണ്ട് ശരിയാകുന്നില്ല, ഇപ്പം എന്താ ചെയ്യുക എന്നൊക്കെയുള്ള ചില അവസ്ഥ ഈ വാരത്തിൽ സൂചനയായിട്ടുണ്ട്. പക്ഷെ അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥന കൊണ്ട് ഇതൊക്കെ മാറും. കാരണം ദൈവാധീനം വരുന്ന ഒരു സമയം ആരംഭിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. എല്ലാം അനുകൂലമായി വന്നു ഭവിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം, അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തിക്കോളും. അവിടെ ഒരു 48 മിനിറ്റ് നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കനകധാരാ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റുവാനായിട്ട് ഏറ്റവും നല്ല സ്തോത്രം, പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക്. ഓരോ രാശിക്കാർക്കും പ്രാർത്ഥനയിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. കനകധാരാ സ്തോത്രം അങ്ങോട്ട് ജപിച്ചോളും. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്ന് ആരംഭിക്കുന്ന ആ സ്തോത്രം കിഴക്ക് ദർശനമായി മഹാലക്ഷ്മിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അങ്ങോട്ട് ജപിച്ചോളൂ. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് 9 പ്രാവശ്യം ജപിച്ചോളൂ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച. ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൽ തന്നെ സന്തോഷവും സമാധാനവും വരും. വിവാഹ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കും. ഇപ്പോൾ നിശ്ചയിക്കുന്ന വിവാഹമൊക്കെ ഒന്ന് പരിഹാരമെങ്കിലും വേണ്ട രീതിയിൽ അനുഷ്ഠിക്കേണ്ട ഒരു സമയമാണ് എന്നറിയുക. കാരണം തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരാം, അതാണ് അറിയേണ്ടത്. അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും ചെറിയ തടസ്സം, ഒരു മന്ദത, ഒരു സ്ലോനെസ് വരാം. പഠിക്കാനുള്ളൊരു താല്പര്യക്കുറവ് ഒക്കെ പ്രകടമാകുന്ന ഒരു വാരമാണ്. അതിന് സരസ്വതീ നമസ്തുഭ്യം എന്നാരംഭിക്കുന്ന സ്തോത്രം ജപിച്ചോളൂ. ദേവി നാവിലുണ്ടാവും, നമ്മുടെ വാക്കും അപ്പോൾ പെരുമാറ്റവും മറ്റുള്ളവർക്കും കൂടെയുള്ളവർക്കും കുടുംബത്തിനുമൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ദേവി മാറ്റിത്തരും. അത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട. മാറ്റങ്ങളുടെ ഒരു വാരമാണ് എന്നുള്ളതാണ്.
അപ്രതീക്ഷിതമായിട്ട് പണം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഈ പണം എന്ന് പലപ്പോഴും ഒന്നിങ്ങനെ പണമൊന്നും വന്നില്ല എന്ന് ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലരൊക്കെ പറയും. വലിയ ഒരു സാമ്പത്തിക നിലയല്ല. നമ്മുടെ ജാതകത്തിൽ അല്പാനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പമെങ്കിലും സാമ്പത്തിക ഉയർച്ച, ഇൻക്രിമെൻ്റ് അറിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാലറി അറിയാസോ എന്തെങ്കിലും കുറച്ച് ലഭിക്കുവാനും അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം വരാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചൊരു ആഡംബരം, ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസി, ഔട്ടിങ്ങിനുള്ളൊരു ടെൻഡൻസി, പുതുവസ്ത്രം വാങ്ങാൻ അല്ലെങ്കിൽ ആഭരണം വാങ്ങാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷറി ഐറ്റം, ഹോം അപ്ലയൻസസ്, പുതിയ മൊബൈൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും അതുകൊണ്ടുള്ള ഒരു ആഘോഷമൊക്കെ കാണുന്നുണ്ട്. പൊതുവെ സന്തതി ഭാവത്തിനും തിരക്കേടില്ലാത്തൊരു സമയമാണ്. അവർക്കും ആഘോഷിക്കാനുള്ള വകയുണ്ടാവും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക, തീർത്ഥാടനം, പിക്നിക്ക്, ദൂരയാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. എന്നാൽ ഇതിനൊക്കെ പണച്ചെലവും വരാം. എന്നാൽ ഈ രാശിക്കാരുടെ സന്തതിക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചെങ്കിലും ഈ രാശിക്കാരിൽ ചിലർക്ക് സന്തതി ഭാവത്തിന് ചെറിയ പ്രയാസങ്ങൾ വരും. അവരുടെ പഠന കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ, അവർക്ക് വൈകാരികമായിട്ടുള്ള ചില ടെൻഷൻസ്, അവർ വിവാഹിതരാണെങ്കിൽ അവരുടെ കുടുംബ ബന്ധങ്ങളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ വരുന്നൊരു സമയമായതുകൊണ്ട് രാഹുപ്രീതി വരുത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ രാഹുവിന് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും രാഹു സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും ഈ രാശിക്കാർക്ക് നീങ്ങും. മാത്രമല്ല വരുമാനത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും നീങ്ങി കുടുംബത്തിലൊരു സാമ്പത്തികമായിട്ട് അല്പം ഒരു മെച്ചപ്പെട്ട ഒരവസ്ഥയും അതുകൊണ്ട് തന്നെ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു വാരമാണ്. ആത്മവിശ്വാസം ഉണ്ടാകുന്നൊരു സമയമാണ്. സാമ്പത്തികമായിട്ട് ഇനിയും പുരോഗതി ഉണ്ടാകും എന്നുള്ളതിൻ്റെ ചില സൂചന, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന വാരമാണ്. അപ്പോൾ പൊതുവെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില അനുകൂല ഭാവം കാണുന്നു എങ്കിലും വൈകാരികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ടെൻഷൻസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് ഭാര്യ-ഭർത്തൃബന്ധങ്ങളിൽ ടെൻഷൻ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അതിനെന്താ ശ്രദ്ധിക്കേണ്ട? വാക്കുകൾ നിയന്ത്രിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പെരുമാറ്റം നന്നായിരിക്കുക. നമ്മൾ പ്രതികരണം തന്നെ ഒന്ന് നിയന്ത്രിച്ച് വേണം. ഒരു അഭിപ്രായം പറയുമ്പോൾ അത് ബ്ലണ്ടായിട്ട് പറയുന്നതിന് പകരം ഒന്ന് ആലോചിക്കുക. നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഒരു നിമിഷം ഹരേ രാമ ഹരേ രാമ ഒന്ന് ജപിച്ചുകൊണ്ട് മാത്രം നമ്മളൊരു റെസ്പോൺസ് നടത്തുക. അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൃഹത്തിലെ അഭിപ്രായ വ്യത്യാസമൊക്കെ കുറയ്ക്കുവാനും അതുകൊണ്ട് തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുവാനും കഴിയും. പഴയ ബാധ്യതയുള്ളവർക്ക് ചെറിയ ടെൻഷൻസ് വന്നാലും ലോൺ റീപേയ്മെൻറ്റിന് അത്യാവശ്യ സമയങ്ങളിൽ പണം വന്ന് ചേർന്നോളും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ വീട് പണി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സം, എക്സ്പെൻസീവായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങുന്നതിലുള്ള ചെറിയ തടസ്സം, അതുകൊണ്ട് ബാധ്യത വരാം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ പുതിയ ലോണോ ക്രെഡിറ്റ് സൗകര്യങ്ങളോ അവെയിൽ ചെയ്തുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് വളരെ കോസ്റ്റ്ലി പർച്ചേസ് ഒന്നും നടത്തരുത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഇപ്പോൾ ചില വീട് പണിക്കോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സമയമാണ്. തീരുമാനമെടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ അതങ്ങനെ നടപ്പിൽ വരുത്തുന്നത് അല്പം മാറ്റിവെക്കുക എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങൾക്ക് മധ്യമകാലം എന്ന് പറയാം. വിവാഹാലോചനകൾ വരും. ജാതകത്തിൽ എന്തെങ്കിലും പാപത്വം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടി ചെയ്തോളാം കേട്ടോ, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. കാരണം വിവാഹത്തിന് മെച്ചമായിട്ടുള്ള കാലം വൈകാതെ തന്നെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ വിവാഹ കാര്യങ്ങളിൽ അന്വേഷണമാകാം. കുട്ടികൾക്ക് വിവാഹപ്രായമായിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനും അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരു താല്പര്യമെടുത്ത് തുടങ്ങാവുന്ന ഒരു സമയം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നൊക്കെ ഒരു തീരുമാനമെടുക്കുന്ന ഒരു വാരമാണെന്നും അറിയുക. വിദ്യാർത്ഥികൾക്ക് മധ്യമകാലം എന്ന് പറയാം. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ അർഹിക്കുന്ന പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും ചെറിയ മത്സരങ്ങളിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നുണ്ട്. വ്യാഴപ്രീതി അത്യാവശ്യം. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. കഴിയുമെങ്കിൽ വ്യാഴൻ്റെ സ്തോത്രം, മന്ത്രം ദിവസവും ജപിക്കുക 9 പ്രാവശ്യം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഇതങ്ങോട്ട് 9 പ്രാവശ്യം ജപിച്ചോളൂ. ദൈവാധീനം വരും. കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുന്നത് ശരിയായിട്ട് വരികയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
ഒരു പ്രായം കഴിഞ്ഞവർക്കൊക്കെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ, ജോയിൻസിനൊക്കെ പെയിൻ, അല്ലെങ്കിൽ മൈഗ്രെയിൻ പോസിബിലിറ്റി, ഇതൊക്കെയുള്ള സമയമാണ് ഈ വാരം എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. പ്രത്യേകിച്ച് ഉത്രാട നക്ഷത്രക്കാർക്കൊക്കെ പെട്ടെന്ന് കോപം വരുന്നൊരു സമയമാണ്. തിരുവോണ നക്ഷത്രക്കാർക്കാണെങ്കിൽ തെറ്റായിട്ടുള്ള റോങ് ഡിസിഷൻ മേക്കിംഗ് വരാം എന്നുള്ളതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് സന്തതിയുടെ പഠന കാര്യങ്ങളിലോ അവരുടെ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളോ കൊണ്ട് ടെൻഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഈ രാശിക്കാർക്ക് സന്തതി ഭാവം ഒന്ന് ശ്രദ്ധിച്ചോളുക ഈ വാരം, അത്രയേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് ചെറിയ പുരോഗതി ദൃശ്യമാകും. പഴയ ബാധ്യത, ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു വാരമാണ് എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പുതിയ ലോണോ ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾ വരാം. ആരെങ്കിലും നമുക്ക് പ്രസൻറ്റ് തരിക, നമ്മുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പണം വരുന്ന ഒരു വാരമാണ്. ഒരു പക്ഷേ സാലറി ഏരിയാസ് ആവാം, ഇൻക്രിമെൻ്റ് ഏരിയാസ് ആകാം, അങ്ങനെ എന്തെങ്കിലും പ്രൊമോഷൻ ഏരിയാസ് ആവാം. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ലഭിക്കുന്ന ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. ജോലി അന്വേഷിക്കുന്ന യങ്സ്റ്റേഴ്സിന് നല്ല ജോലി തന്നെ തരപ്പെടാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. അതുകൊണ്ടൊക്കെ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ള ദശാപഹാരങ്ങളാണോ ഒന്ന് പരിശോധിക്കുക. അതിൽ എന്തെങ്കിലും തടസ്സം, ഇപ്പോൾ കർമ്മഭാവത്തിന്, അതായത് ജോലി കിട്ടുന്നതിൽ ആ ഭാവത്തിന് എന്തെങ്കിലും തടസ്സം ജാതകത്തിലുണ്ടെങ്കിൽ അത് പരിഹാരങ്ങൾ അനുഷ്ഠിച്ച തടസ്സങ്ങൾ മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹ നിശ്ചയമോ വിവാഹം തന്നെയോ പ്രതീക്ഷിക്കാം. സന്തതിയുടെ ജനനം കൊണ്ടോ സന്തതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ആഘോഷമോ ഒക്കെ വരാനും ഈ വാരം കാണുന്നുണ്ട്. അതായത് അത് സന്തതി ഭാവത്തിന് രണ്ട് തരത്തിലുള്ള ഫലങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഈ പൊതുവെ അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ് എന്നുള്ളതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതാണ്. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങി ഒരു നാളികേരം അവിടെ സമർപ്പിച്ചോളൂ. കഴിയുമെങ്കിൽ ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സന്തതി ഭാവത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ വ്യാഴപ്രീതി, വിഷ്ണുപ്രീതി വരുത്തിക്കോളൂ. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും, കുടുംബത്തിന് പൊതുവെ ഐശ്വര്യവും ലഭിക്കും. കലാരംഗത്തുള്ളവർക്കും ഈ വാരം ഉയർച്ച കാണുന്നു എന്നുകൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അലച്ചിലേറെ ഉണ്ടാവും. വാഹനമൊക്കെ ഉള്ളവർക്ക് വാഹനത്തിൽ ചെറിയ റിപ്പയർ വർക്ക്, തട്ടുമുട്ട് ഒക്കെ വരാണ്ടൊന്ന് ശ്രദ്ധിക്കണം. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്കും പൂർണ്ണമായിട്ട് അനുകൂലമായിട്ടുള്ള ഫലമാണ് എന്ന് പറയാൻ കഴിയില്ല. വാഹനത്തിന് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് വരാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ, വാഹനം റൈഡ് ചെയ്യുന്നവർ പ്രത്യേകം ഒരു ശ്രദ്ധ വേണം. അവരുടെ തന്നെ അറിയാണ്ടുള്ള ചില തെറ്റുകൾ കൊണ്ട് വാഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് ലീഗൽ കോംപ്ലിക്കേഷൻസ് വരുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻസൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഒരുപക്ഷെ വസ്തുവൊക്കെ വിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവാം കുടുംബത്തിന്. കുറച്ചു കാലമായിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. എല്ലാം ഇങ്ങനെ അടുത്തെത്തിയിട്ട് അങ്ങനെ തടസ്സപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ വരുന്നൊരു വാരമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വസ്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പ്രയാസങ്ങൾ നീക്കുവാനായിട്ട് ചെയ്യേണ്ട കാര്യം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചൊവ്വയുടെ സ്തോത്രം, അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുന്നതും കൊണ്ട് വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളും നമ്മുടെ പൊതുവെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങളും കുറഞ്ഞ കുടുംബത്തിന് ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. വാഹനത്തിൻ്റെ ഡ്രൈവിങ്ങും റൈഡിങ്ങും നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ശ്രദ്ധിക്കണം. കാരണം ശരീരത്തിൽ ചെറിയ മുറിവോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസോ വരുവാൻ സാധ്യതയുള്ള വാരം കൂടിയാണ്. മഹാദേവ പ്രീതി വരുത്തിക്കോളൂ. ശിവക്ഷേത്ര ദർശനം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ നടത്തിക്കോളൂ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിക്കോളും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സന്തോഷമായിരിക്കുക. മീനം രാശി, പുരൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ചെലവുകൾ ഏറുന്ന വാരമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള പണം വരണം എന്നില്ല. അപ്പോൾ ഒരു ടെൻഷൻ വരാം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പണമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്, എന്താ അവിചാരിതമായിട്ടുള്ള ഒരു തടസ്സം ഇങ്ങനെ വരുന്നത് പണം വരുന്നതിൽ എന്നൊക്കെ ചിന്തിച്ച് അല്പം ഒരു ടെൻഷൻ വരാം. അപ്പോൾ നമ്മുടെ ഈ ഓപ്റ്റിമിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ശുഭാപ്തി വിശ്വാസം ഒന്ന് കുറയുന്ന സമയമാണ്. ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം.
അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും അത്യാവശ്യമാണ്. സന്തതി ഭാവത്തിൻ്റെ വിവാഹ കാര്യങ്ങളിൽ നിശ്ചയമോ അല്ലെങ്കിൽ വിവാഹം തന്നെ നടക്കുവാനോ ഭാഗ്യമുള്ളൊരു വാരമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. സ്വന്തം വിവാഹ കാര്യങ്ങൾക്ക് അല്പം ഒരു കാര്യതടസ്സം കാണുന്നു എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. അതുപോലെ സ്വന്തം വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കാരണവസ്ഥാനീയർ, അതായത് കുടുംബത്തിലെ സീനിയേഴ്സ്, പിന്നെ ആചാര്യസ്ഥാനീയർ, ജ്യോതിഷം, ഇതൊക്കെ നോക്കിയിട്ട് മാത്രമേ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ പാടുള്ളൂ. കാരണം യോജിക്കാത്ത വിവാഹബന്ധം വരാൻ സാധ്യതയേറെയുള്ളൊരു വാരമായതുകൊണ്ട് ഒരു സ്ക്രൂട്ടിനി നമ്മൾ ശരിക്കൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യോജിക്കുന്ന വിവാഹബന്ധത്തിലേക്ക് തന്നെ എത്തുവാൻ കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അകാരണമായിട്ട് വിവാഹത്തിൽ എന്തെങ്കിലും താമസം നേരിടുകയാണെങ്കിൽ ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ടെൻഷൻസ് അവിചാരിതമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ശിവപാർവതി സ്തോത്രം ജപിച്ചോളൂ. ശിവപാർവതി സ്തോത്രം ജപിക്കുന്നതുകൊണ്ട്, ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിക്കുന്നതുകൊണ്ട് കുടുംബത്തിലുള്ള ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം, അകൽച്ച ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങും. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പുതിയ ബിസിനസ് രംഗത്തേക്ക് പ്രവേശിക്കുവാനൊന്നും പറ്റിയൊരു സമയമല്ല. ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിനെ കൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ വരാം. അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലീഗൽ കോംപ്ലിക്കേഷൻസ് എമർജ് ചെയ്യാൻ സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് ബിസിനസ്സിലൊക്കെ നമുക്കൊരു നല്ലൊരു ശ്രദ്ധ വേണം. അതുപോലെ അധികാര സ്ഥാനത്തിരിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ വളരെ കാര്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്ന, തീരുമാനങ്ങൾ എടുക്കുവാൻ ഉള്ള അധികാരപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തീരുമാനങ്ങൾ കൊണ്ട് പിന്നീട് ബുദ്ധിമുട്ടുവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് എല്ലാവരുടെയും ലീഗൽ അഡ്വൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് പ്രായോഗിക ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശനിപ്രീതി വരുത്തിക്കൊള്ളൂ. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിച്ച ദിവസം ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. നമുക്ക് ട്രെയിൻഡ് ആണെന്നുണ്ടെങ്കിൽ നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഇതങ്ങോട്ട് ജപിച്ചോളൂ. തടസ്സങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, ചെറിയ മുറിവ് പ്രയാസങ്ങൾ കാണുന്നു. അവരെ രാഹുപ്രീതി, സർപ്പപ്രീതി കൂടി വരുത്തിക്കോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസിലേക്ക് കിടക്കാം. ധാരാളം മെയിൽസ് കിട്ടുന്നുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന റാൻഡം ആയിട്ടുള്ള സെലക്ഷനാണ്. അപ്പോൾ അതിൽ അങ്ങനെ സെലക്ട് ചെയ്യുന്ന മെയിൽസിനാണ് ഇതിനകത്ത് ഈ പ്രോഗ്രാമിൽ മറുപടി നൽകുന്നത്. എപ്പോഴും പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കുമ്പോൾ ഫുൾ നെയിം വേണം, എവിടെ നിന്നാണ് മെയിൽ അയക്കുന്നത് അത് വേണം, പിന്നെ ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തണം. അതുപോലെ പലരും തെറ്റിക്കുന്നുണ്ട്. 2 മണി എന്നാണ് പറയുന്നത്. അപ്പോൾ 2 മണി രാത്രി 2 മണിയാണോ പകൽ 2 മണിയാണോ നമുക്കറിയില്ല. അതുകൊണ്ട് AM PM പലരും പകൽ ഉച്ചയ്ക്ക് 2 മണി എന്നിട്ട് AM നിട്ടിട്ടുണ്ടാവും, 2 AM നിട്ടിട്ടുണ്ടാവും. അങ്ങനെ ധാരാളം മെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നക്ഷത്രം എല്ലാം മാറും. അപ്പോൾ നമുക്ക് അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് മറുപടി നൽകാറില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം മെയിൽ ചെയ്യാൻ എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. മറുപടി ഇതിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. ആദ്യത്തെ മെയില് മിസ് കീർത്തി ദീക്ഷിത് ബറൈലിയിൽ നിന്നാണ്. ഹാഫ് മലയാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് മലയാളം, ബട്ട് ഐ ക്യാൻ ജസ്റ്റ് ബാർലി അണ്ടർസ്റ്റാൻഡ് മലയാളം. ഐ ഹവ് ബീൻ വാച്ചിങ് യുവർ പ്രോഗ്രാം ഫോർ എ ലോങ് ടൈം റൈറ്റ് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് വെരി നൈസ്. I am 34 years old, assistant professor, MTech, IIT എന്നും qualification ഉണ്ട്. ഗുഡ്. കടകരാശി എന്ന് പറഞ്ഞിട്ടുണ്ട്. കടകരാശി നോക്കിയിട്ടുണ്ട്. കടകരാശിയിൽ പുഷ്യമി നക്ഷത്രമാണ്, അതായത് പൂയം നക്ഷത്രം എന്ന് പറയും. യുവർ നക്ഷത്രം ഈസ് പുഷ്യമി. നക്ഷത്രം പറഞ്ഞിട്ടില്ല. പ്രോബ്ലി യു ഡോണ്ട് നോ അബൌട്ട് യുവർ നക്ഷത്രം. യു ബിലോങ് ടു ദി കടകരാശി. ഐ എം 34. I had an affair for nearly 7 years, but it was a wrong choice because he went on cheating his own father and I don't believe him now, and so the relationship is strained. Am I to go with that relationship or am I to drop the relationship? What is my future? റിലേഷൻഷിപ്പൊക്കെ അവരവരുടെ തീരുമാനമാണ്. അതിൽ നമ്മൾ ആചാര്യസ്ഥാനീയരുടെയും കാരണവസ്ഥാനീയരുടെയും ഒക്കെ അഭിപ്രായം ചോദിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനം എടുക്കുമ്പോൾ കാരണവസ്ഥാനീയരോട് കാര്യങ്ങളൊക്കെ പറയുക, അതായത് അച്ഛനമ്മ അങ്ങനെയുള്ളവരോട് അഭിപ്രായങ്ങൾ അന്വേഷിക്കുക. യു ഷുഡ്
take your own decision after consulting the senior members of the family. That is what you have to do. When you are having an affair, of course, there is no point in checking your horoscope, because the astrologer might say something and that will be in your mind all the time. So it is better that you consult your parents and you take a decision. You take a decision whether it is to be dropped or not. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ you have told me, we don't know whether it is true or not, whether he has cheated his father and all that. Anyway, you have to consult your parents. You take their advice and march ahead. പിന്നെ ജ്യോതിഷവശാലാണെന്നുണ്ടെങ്കിൽ പൊരുത്തം ചെക്ക് ചെയ്യാം. പക്ഷേ if it is an affair, what is the point in checking the horoscope എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പൊരുത്തം is immaterial when there is what do you call manapuruttam. Well, anyway, according to your horoscope, this is the right time for marriage. The next 3 months are very good for marriage. In fact, 2025 is very good for marriage, and you are likely to get married within the next 11 months. And there are some tensions indicated in your marital life as well because of the position of Chova. This is not a Mangalik horoscope. Chova dosha ullore jatagam ennu parayanilla, but still mild Chova dosham is there, so you'll have to chant Shiva Parvati Stotram every day facing eastern direction. Whatever be the Ashuddhi, you have to continue with the Jabam. And it is always better that you have the darshan of Shiva Parvati Kshetram every Monday at least. If you can go there every day or every alternate day, it is going to be well and good. And another thing which you have to do is that you have to go to a Nagasthanam, Naga Kshetram, like Mannarshala, Vettikodu, Pambu Mekka or Nagarkoil, and perform. And if you are financially capable, it appears that you are financially very capable, you can perform some ritual like Sarpabali there in the Kshetram, and all problems regarding your family life will just vanish. And chant Shiva Parvati Stotram every day facing eastern direction, and you are going to have a very happy and comfortable, in fact, a very prosperous family life. No doubt about it. Be happy and confident. ശ്രീ വാസുദേവ പിഷാരടി 72 വയസ്സായി, ഭരണി നക്ഷത്രം, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ഗവൺമെൻറ് സർവീസിലായിരുന്നു. പെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഭാര്യയില്ല. സോറി, മക്കളൊക്കെ വിദേശത്താണ്. ഏകനാണ്. ഒരു വീടും പറമ്പിലും തനിച്ചാണ് താമസം. കഴിഞ്ഞ 7 വർഷമായിട്ട് 2 വർഷത്തിലൊരിക്കലോ ഒക്കെ മക്കൾ വരും. ആകെ മനസ്സിന് വിഷമമാണ്. പക്ഷേ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ എന്താ ടെൻഷൻ? എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അല്പസമയം നമുക്കിരിക്കാം. പിന്നെ അതുവഴിയുള്ള നമുക്കൊരുപാട് കോൺടാക്ട്സ് ഉണ്ടാവില്ല. ആ കോൺടാക്ട്സിൽ നമ്മൾ ഇൻവോൾവ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ഏകാന്തത പൂർണ്ണമായിട്ട് മാറും. പിന്നെ ഏകാന്തതയ്ക്കൊരു പരിഹാരം എന്ന് പറയുന്നത് നാരായണീയ പാരായണമാണ്. തൃശ്ശൂർ അപ്പോൾ പിന്നെ വിഷമിക്കാനില്ല. ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടല്ലോ. ഗുരുവായൂർ ദർശനം നടത്തുക. എപ്പോഴൊക്കെ പോകാൻ പറ്റുമോ. അപ്പോൾ ഏകാദശി വ്രതം എടുത്തോളൂ. ഏകാദശി വ്രതം എടുക്കുകയും രോഹിണി നക്ഷത്രത്തിന് ഗുരുവായൂർ ഭജനം ഇരിക്കുകയും ചെയ്യാം. നാരായണീയ പാരായണം അവിടെ ഏറ്റവും കുറഞ്ഞ ഒരു 18 പ്രാവശ്യം ദിവസവും അവിടെ ഇരിക്കുമ്പോൾ, അതായത് ഭജനം ഇരിക്കുമ്പോൾ 18 പ്രാവശ്യം അത് പൂർണ്ണമാക്കുകയും ചെയ്യുക. ദിവസവും നാരായണീയ പാരായണം ആയിക്കോട്ടെ. 5 ദശകങ്ങളെങ്കിലും പാരായണം ചെയ്യുക ദിവസവും. ഈ പറഞ്ഞ ഭജനം ദിവസം പൂർണ്ണമായിട്ട് 18 പ്രാവശ്യം അത് പാരായണം ചെയ്യുക. അത് 2 ദിവസം എടുത്തേക്കാം അവിടെ. അപ്പോൾ അതുകൊണ്ട് മനസ്സിന് സമാധാനവും ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീലും വരും. തീർച്ചയായിട്ടും ഉണ്ടാകും. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അവിടുത്തെ കൃഷ്ണനാട്ടം കഴിയുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ സാന്നിധ്യം ഉണ്ടാവണം. ഭഗവാനെ അവിടെ നമുക്ക് ആ ഒരു സ്പർശം എന്നൊക്കെ പറയുമല്ലോ, ഭഗവത് സ്പർശം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ കൃഷ്ണനാട്ടത്തിൽ നമ്മൾ ഭക്തിയോടുകൂടി അവിടെ ഇരുന്നാൽ എന്ന് ആചാര്യന്മാരും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊന്ന് അനുഭവിക്കുക. തീർച്ചയായിട്ടും ഏകാന്തത മാറും. നാരായണീയ പാരായണം നടത്തിക്കോളൂ. പിന്നെ ജാതകം നോക്കിയിട്ടുണ്ട്. ജാതകത്തിൽ ഒരു വിഷമം ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. സാമ്പത്തികമായിട്ട് ഈ വർഷം കുറച്ച് അരിയേഴ്സൊക്കെ ലഭിക്കാനും. ഭരണി നക്ഷത്രമാണ്. നേട്ടങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സന്തോഷമായിരിക്കും. അടുത്ത മെയില് ശ്രീ ലക്ഷ്മണ പണിക്കർ, വർക്കല, പൂരം നക്ഷത്രം, ചെറിയൊരു ചായക്കട, 48 വയസ്സാണ്. ഭാവി എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പണമൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. ശുക്രൻ ഉച്ചരാശിയിലാണ്. ലാഭസ്ഥാനാധിപൻ ലാഭസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ജാതകമൊക്കെ നല്ല ജാതകമാണ്. ധാരാളം പണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ വേദുരിത സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു സ്ഥിതി
കയ്യിലുള്ള പണമൊക്കെ അങ്ങോട്ട് ചിലവായി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് ബാങ്ക് ബാലൻസോ അങ്ങനെയുള്ളൊരു വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒരു ടെൻഷൻ ഒരു കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴുള്ള ബിസിനസ് ചെറിയ ബിസിനസ് ആണെങ്കിൽ വലിയ പണമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ടത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇപ്പോൾ ചെറിയ ചില ആരോഗ്യ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം ഉത്തമമാണ്. രക്തവുമായി ബ്ലഡ് റിലേറ്റഡ് ചെറിയ BP ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. പിന്നെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, യു ആർ റിലേറ്റീവ്ലി യങ്, 48 വയസ്സേ ഉള്ളൂ. അപ്പോൾ വലിയ ദോഷമൊന്നും കാണുന്നില്ല. എന്നാലും ഇങ്ങനെ ചെറിയൊരു സാമ്പത്തികമായിട്ടുള്ള ടെൻഷനും ചെറിയ മൈൽഡ് ഹെൽത്ത് പ്രോബ്ലംസിനും ഉള്ള സാധ്യതയുണ്ട്. ജോയിൻസിനൊക്കെ ചെറിയ പ്രയാസമോ ബാക്ക് പെയിനോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം ശിവസ്തോത്രം ജപിച്ചോളൂ. ശിവാഷ്ടോത്തരം ജപിക്കാം. അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ജപിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ 108 പ്രാവശ്യം ജപിച്ചോളൂ. ആരോഗ്യപ്രയാസങ്ങൾ നീങ്ങും, മനസ്സിന് സമാധാനം ലഭിക്കും, ഒരു ലക്ഷ്യബോധവും ഉണ്ടാകും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കും. ഈ ബിസിനസ്സൊക്കെ തിരക്കേടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കോളൂ. എന്നിട്ട് 1 വർഷം കൂടി കഴിയുമ്പോൾ, അതായത് 1 വർഷം കഴിയണ്ട, അതിനകം തന്നെ 14 മാസത്തിനകം തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച വരും. സന്തോഷമായിരിക്കും. മിസ്സസ് സംഗീത പ്രഭു, മകൾ +2-നാണ്. സ്യൂട്ടബിൾ ഫീൽഡ് ഏതാണ്? തിരുവോണം നക്ഷത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാതകം അനുസരിച്ച് മെഡിക്കൽ ഫീൽഡ് അനുയോജ്യമാണ്. ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ MBBS തന്നെ വേണമെന്നില്ല. ആയുർവേദമാകാം, ഹോമിയോപ്പതി ആകാം, എന്തുമാകാം. പിന്നെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ടെക്നോളജി ആകാം, അല്ലെങ്കിൽ ഫാർമസി ആകാം, അല്ലേ, അല്ലെങ്കിൽ ലബോറട്ടറി ടെക്നോളജി ആകാം. ഇങ്ങനെ മെഡിക്കൽ ഫീൽഡുമായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധപ്പെട്ട ഒരു രംഗമാണ് നല്ലത്. ഇപ്പോൾ MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആയാലും മെഡിക്കൽ ഫീൽഡ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും നല്ലത്. തിരുവോണം നക്ഷത്രമാണ്. ഇപ്പോൾ പഠന കാര്യത്തിൽ അല്പം പിന്നോക്കം പോയിട്ടുണ്ടാവാം. കാരണം ഒരു ഹാർഡ് വർക്കിന് ഉള്ള ഒരു കപ്പാസിറ്റി കാണുന്നില്ല. ഇരുന്ന് പഠിക്കുക. അപ്പോൾ വലിയ തിയററ്റിക്കൽ സ്റ്റഡി ഉള്ളൊരു കോഴ്സ് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നഴ്സിംഗും വളരെ അനുയോജ്യമാണ്. ജാതകം അനുസരിച്ച് ഇങ്ങനെയുള്ളൊരു വലിയ ഹെവി സ്റ്റഡി ഇല്ലാത്തൊരു കോഴ്സായിരിക്കും നല്ലത്. MBBS തിരക്കിടില്ലേ, അതങ്ങോട്ട് ശരിക്കും വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ MBBS തന്നെയാണ് നല്ലത്. ഇപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചോളൂ കേട്ടോ, +2 അല്ലേ. അപ്പോൾ കാര്യമായിട്ട് ശ്രമിച്ചോളൂ. എന്തായാലും വൈദ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രംഗത്ത് വന്ന് പ്രവർത്തിക്കുവാനും ധാരാളം പണം വരാനും നല്ലൊരു സ്ഥിതി എത്തുവാനും ഉള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. പഠന കാര്യങ്ങളിൽ ഉയർച്ച വരുവാനായി സരസ്വതി നമസ്തുഭ്യം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ദിവസവും 5 പ്രാവശ്യം ജപിക്കുക. ജീവിതത്തിൽ ഉയർച്ച വരും, സന്തോഷമായിരിക്കും. പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, പൂർണ്ണമായിട്ടുള്ള പേര്, പിന്നെ എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത്, എന്താ അറിയേണ്ടത്. പൊതുവെയുള്ള സമയം എന്ന് ചോദിക്കരുത്. എന്താണ്, വിവാഹകാര്യത്തിനാണോ, അല്ലെങ്കിൽ ബിസിനസ് ചേരുമോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഏത് രംഗത്ത് വേണം, വിദ്യാഭ്യാസത്തിൽ തടസ്സമുണ്ട്, പരിഹാരം എന്താണ്, ഇങ്ങനെയുള്ള വ്യക്തമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം മറുപടി പറയാൻ. അതുകൊണ്ട് ഒരു എളുപ്പമുണ്ടാവും എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള മെയിൽസ് അയക്കാം. ഇന്നത്തെ ഈ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.